കോതമംഗലം ബോധി കലാസാംസ്കാരിക സംഘടനയുടെ ഈ വർഷത്തെ സാംസ്കാരിക ഉത്സവത്തിനും പുസ്തകോത്സവത്തിനും തുടക്കമായി. സാഹിത്യകാരനും എഴുത്തുകാരനുമായ വിനോദ് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം ബോധി കലാസാംസ്കാരിക സംഘടനയുടെ ഈ വർഷത്തെ സാംസ്കാരിക ഉത്സവത്തിനും പുസ്തകോത്സവത്തിനും കോതമംഗലം റവന്യൂ ടവർ അങ്കണത്തിലാണ് തുടക്കമായത്. സാഹിത്യകാരനും എഴുത്തുകാരനുമായ വിനോദ് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം ഒരു 30-35 വയസ്സുള്ള ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ട് ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് തന്നെ ഒരു കോടി 1.5 കോടിയൊക്കെ റോയൽറ്റി ഇനത്തിൽ തന്നെ കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആളുകൾ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. വാങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം ഇപ്പോൾ റീൽ ജനറേഷൻ വന്നതോട് കൂടിയിട്ട് ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ മറ്റൊരു രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിന് വന്നിട്ടുണ്ട്. അത് മോണിറ്റൈസേഷനൊക്കെ വന്നതോട് കൂടിയിട്ട് ആളുകൾ പുസ്തകം വായിക്കുകയും ആ വായിച്ച പുസ്തകത്തിനെ കുറിച്ച് റീലുകൾ ഉണ്ടാക്കി ഇടുകയും ചെയ്യുന്ന ഒരു പ്രവണത സോഷ്യൽ ഹാൻഡിലുകളുണ്ട്. അപ്പോൾ അത് പുസ്തകത്തിൻ്റെ മറ്റൊരു സാധ്യത ആണ് തുറന്ന് തന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധി വൈസ് പ്രസിഡന്റ് PG രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സോനുകുമാർ സ്വാഗതം ആശംസിച്ചു. റവന്യൂ ടവർ ടെനൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു, ലാലു ജേക്കബ്, ബോധി അംഗങ്ങളായ ഷമീന അലി, സബിത കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബോധി ട്രഷറർ PC സ്കറിയ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.